ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ ലൈവിൽ നടക്കുന്നതാണ്. ലൈവിൽ ഇപ്പോൾ അനീഷ് അനുമോളെയും ആദിലയും നൂറയും വിളിച്ചിട്ട് ഇവരുടെ ഇന്നലത്തെ പ്രശ്നങ്ങൾ അത് സംസാരിച്ച് തീർപ്പാക്കാൻ നോക്കുന്നുണ്ട്. ഇതിനിടയിലേക്ക് ഷാനവാസിനെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അത് അവർ തന്നെ എൻ്റെ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ഷാനവാസ് പോകുന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ ഇരുത്തിക്കൊണ്ട് സംസാരിക്കാനായിട്ടൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അനീഷ് എഴുന്നേറ്റ് പോകാൻ നോക്കുന്നത്. പക്ഷേ ആ കൂടെ തന്നെ നൂറ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അനു പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു പിണക്കം മാറുന്ന ഒരു ലക്ഷണമല്ല കാണുന്നത്. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നത് അനുമോളുടെ പക്ഷമാണെന്ന് ആരും പറയണ്ട. പക്ഷേ അനുമോളിൽ കുറേ ക്വാളിറ്റി ഉണ്ട്. അതിലൊന്നാമത്തെന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരെ ഒറ്റ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇവരെല്ലാം ഇങ്ങനെ നെവിനാണെങ്കിൽ ഒരുപാട് കാര്യം അനുവിനോട് പറഞ്ഞിട്ടുണ്ട്. അനുവിനുമായിട്ട് അത്രയും പ്രശ്നം ഉണ്ടായപ്പോഴും അനു അത് പുറത്തെടുത്തിട്ട് അലക്കാനായിട്ടോ അല്ലെങ്കിൽ ഇവനിങ്ങനെ പറഞ്ഞെന്നോ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ആദിലയും നൂറയും. അവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പേഴ്സണലായിക്കോട്ടെ അല്ലാണ്ടുള്ള വിഷയങ്ങളായിക്കോട്ടെ. അതൊരിക്കൽ പോലും അനു എടുത്തിട്ട് മറ്റുള്ളവർക്ക് അലക്കാനിട്ട് കൊടുത്തിട്ടില്ല. അതാണ് ഒരു ക്വാളിറ്റി. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നുണ്ട് 18 ലക്ഷത്തിൻ്റെ കാറുണ്ട്, വീടുണ്ട്, ഇതൊന്നും ഞങ്ങൾക്കില്ല. ഇതൊന്നും ആരും കൊടുത്തതല്ലല്ലോ, ആ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അവളുടെ ഏറ്റവും നല്ല അനുവിൻ്റെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് അതാണ്. കാരണം ചെറിയ പ്രായം മുതൽ കഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും ഇത്രയും വലുതായിട്ടും തൻ്റെ കല്യാണത്തിന് വരെ സമ്പാദിക്കണമെന്നും അച്ഛനെ അമ്മയെ സേവ് ചെയ്യണമെന്നും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 90% ഫാമിലിയിലും കാണാത്തൊരു കാര്യമാണ് കല്യാണം കഴിച്ച ഒരാളെ വിട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ അങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ അനിയത്തിമാർ എസ്പെഷ്യലി ചേർത്ത് പിടിക്കുന്നതൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ അനു ചെയ്യുന്നതും അതാണ്. അവർക്ക് വീടില്ലാഞ്ഞിട്ട് അവരൊരു വീട് വാങ്ങിയിട്ട് ആ വീടിൻ്റെ EMI അടച്ചു പോകുന്നെന്ന് പറയുമ്പം എത്ര നല്ല ക്വാളിറ്റിയാണ് ആ ഒരു പെൺകുട്ടിയുടെ. ഇന്നത്തെ കാലത്ത് എന്തുമാത്രം സാമ്പത്തികം ഉണ്ടെങ്കിലും സ്വന്തം പേരൻസിനെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ വിടുന്ന അല്ലെ വൃദ്ധസാധനത്തിൽ വിടുന്ന ഒരു ജനറേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് അനുമോള് അവരുടെ അച്ഛനെയും അമ്മയും നോക്കണം എന്നുള്ളൊരു താല്പര്യവും അതിനു വേണ്ടി ഒരു കഷ്ടപ്പാടും, അതൊക്കെ ആ കുട്ടി തീർച്ചയായിട്ടും ഇതിനകത്ത് വിന്നറാകാൻ തന്നെ ഡിസർവ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിനകത്ത് വന്നേച്ച് വെറുതെ ഗെയിം കളിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയോ പുറത്തൊരു ഫെയിമിന് വേണ്ടി അല്ല വരുന്നത്. അതിനപ്പുറം ഒരു നല്ല വ്യക്തി എന്തായിരിക്കണമെന്നൂടെ കാണിച്ചു കൊടുക്കുന്നതാവണം ഒരു ഷോ. അങ്ങനെയാണെങ്കിൽ അനുമോളല്ലേ ഇതിനകത്ത് ഏറ്റവും നല്ലൊരു വ്യക്തി. അതുപോലെ തന്നെയുണ്ട് അനീഷിലും ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരാളുടെ ആ ഒരു പ്രശ്നങ്ങളെ അത് എക്സാഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാതെ അതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്തി ആ പ്രശ്നത്തെ തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ്. എന്തായാലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം.